ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. വളരെ എളുപ്പം വേരെടുപ്പിച്ച് നട്ടുവാഴ്ത്താൻ പറ്റിയ ഒരു ചെടിയാണ് ബോഗൺവില്ല. അപ്പോൾ ബോഗൺവില്ലയൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു സമയമാണിപ്പോൾ. നല്ലൊരു തണുപ്പും മഴയൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പം പലരും പറയാറുണ്ട് ബോഗൺവില്ല നട്ടിട്ട് വേര് പിടിച്ച് വരുന്നില്ല, എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ അല്ലെങ്കിൽ ടിപ്സ് ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ബോഗൺവില്ല എങ്ങനെയാണ് വേര് പിടിപ്പിച്ച് ഒരു ചെടിയാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബോഗൺവില്ല വളരെ എളുപ്പം തന്നെ എല്ലാവർക്കും വേര് പിടിപ്പിച്ച് പുതിയൊരു ചെടിയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നല്ല കമ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോഗൺവില്ലയിൽ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചില ഹൈബ്രിഡ് വെറൈറ്റികൾ മാത്രം വേര് പിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. ബാക്കിയുള്ള വെറൈറ്റികൾക്കൊന്നും അത്ര വലിയ പ്രശ്നമില്ല, വളരെ പെട്ടെന്ന് തന്നെ റൂട്ടിംഗ് ഹോർമോൺ ഇല്ലാതെ തന്നെ വേര് പിടിച്ച് കിട്ടും. അപ്പോൾ നല്ല വെറൈറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ബോഗൺവില്ലയിൽ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വേര് പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നല്ല കമ്പുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് സംഘടിപ്പിച്ച് കൊണ്ടുവരാം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ നല്ല ഇനം ബോഗൺവില്ലകളൊക്കെ നിറയെ പൂത്തിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഈ വേനൽ സമയങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ബോഗൺവില്ലകൾ നിറച്ച് പൂത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 2 കമ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലുള്ള കമ്പുകളിലാണ് വേര് പിടിപ്പിക്കുന്നത്. അത്യാവശ്യം മൂത്ത കമ്പായാലും പ്രശ്നമില്ല, നമുക്ക് വേര് പിടിച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പുകൾ എടുത്ത ശേഷം നമുക്കത് നേരിട്ട് തന്നെ റൂട്ടിംഗ് ഹോർമോൺ ഇല്ലാതെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. റൂട്ടിംഗ് ഹോർമോൺ ഇല്ലാതെയും ഈ മഴ പെയ്യുന്ന സീസണുകളിൽ നമുക്ക് ഈസി ആയിട്ട് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഓവറായിട്ട് മഴ പെയ്ത് ഒരുപാട് വെള്ളം തട്ടാത്ത ഭാഗങ്ങളിൽ വേണം നമ്മളിത് സൂക്ഷിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ കമ്പുകളിൽ വേര് പിടിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞാനിതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കോക്കോപീറ്റും അതുപോലെ തന്നെ മണ്ണും ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ട് മിക്സാണ്. ചാണകപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു പോട്ട് മിക്സിലാണ് നമ്മൾ ഈ ഒരു കമ്പ് നടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടെങ്കിൽ റൂട്ടിംഗ് ഹോർമോണിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം മുക്കിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് കുത്തി വെച്ച് കഴിഞ്ഞാലും ഇതിൽ പെട്ടെന്ന് വേര് വരും. ഇനി റൂട്ടിംഗ് ഹോർമോൺ ഇല്ലയെന്ന് വിചാരിച്ചാൽ ആരും വിഷമിക്കേണ്ട. റൂട്ടിംഗ് ഹോർമോൺ ഇല്ലാതെ നമുക്ക് ഈ ഒരു മഴ പെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ഈ ഒരു ബോഗൺവില്ലയിൽ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യുന്നത് റൂട്ടിംഗ് ഹോർമോണോ അല്ലെങ്കിൽ ഫംഗിസൈഡോ ഒന്നും യൂസ് ചെയ്യാതെയാണ് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കമ്പ് നേരിട്ട് ഈ ഒരു പോട്ട് മിക്സിലേക്ക് കുത്തി വെച്ച് കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് വേര് പിടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ വേര് വരാൻ ചെറിയൊരു മടി കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മടി കാണിക്കുന്ന കമ്പുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് വേര് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളിലൊരു ഹ്യൂമിഡിറ്റി ഉണ്ടാവും, ഒരു ചൂടുവായു പോലെ ഒരു ഹ്യൂമിഡിറ്റി ഉള്ളിൽ വരുന്ന കാരണം അത് പെട്ടെന്ന് ഈ ഒരു ചെടിയെ വേര് പിടിക്കാൻ വേണ്ടി ഒരുപാട് സഹായിക്കും. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് കവർ ചെയ്തിട്ട് തണലുള്ള ഭാഗത്തോട്ട് വെക്കാം. ഇങ്ങനെ തണലുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 4 ആഴ്ച ആകുമ്പോഴേക്കും തന്നെ ഇതിലെല്ലാം വേരുകൾ വന്നു തുടങ്ങും. ഒരു മാസമൊക്കെയാണ് ബോഗൺവില്ലയിൽ വേര് വരാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഒരു മാസം ആകുമ്പോഴേക്കും തന്നെ ഇതിൽ നിറയെ വേരുകൾ വന്ന് ചെടി നന്നായിട്ട് സെറ്റ് ഉണ്ടാവും. ഇത് നമ്മൾ അതുപോലെ മാറ്റി വെച്ച വേറൊരു കമ്പാണ്. ഏകദേശം ഇത് 2 ആഴ്ചയായിട്ടുള്ളൂ നമ്മൾ വെച്ചിട്ട്. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിൽ വെച്ചുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ വേര് വന്നത്. അപ്പം ഈ വേര് വന്നു കഴിഞ്ഞാലും തെഴുപ്പുകൾ വരാൻ ചില സമയങ്ങളിൽ കുറച്ചധികം സമയം എടുക്കാറുണ്ട്. വേരെല്ലാം സെറ്റായി ഒന്ന് റെഡിയായി വരുന്ന സമയങ്ങളിലാണ് ചില സമയങ്ങളിൽ തെഴുപ്പ് നന്നായിട്ട് വരിക. അല്ലാതെയും വേര് വന്ന ശേഷം ഉടൻ തന്നെ തെഴുപ്പ് വരുന്ന സ്വഭാവം ബോഗൺവില്ല കാണിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയായാലും തെഴുപ്പൊക്കെ വന്ന് നന്നായിട്ട് സെറ്റായിട്ട് മാത്രം നമ്മൾ വേറെ ചട്ടിയിലോട്ട് ഈ ഒരു ചെടി മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ വേര് വന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പൊക്കി നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന് നന്നായിട്ട് വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇത് നമ്മൾ വേറെ റൂട്ടിംഗ് ഹോർമോണോ അല്ലെങ്കിൽ ഫംഗിസൈഡോ അല്ലെങ്കിൽ മറ്റ് ഹോർമോണുകളൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ നേരിട്ട് നട്ട ഒരു ബോഗൺവില്ലയുടെ തണ്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ബോഗൺവില്ലയുടെ തണ്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ നട്ടിട്ട് കമ്പുകൾക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഒന്നും കൂടി പെട്ടെന്ന് വേര് വരാൻ വേണ്ടി നമുക്ക് റൂട്ടിംഗ് ഹോർമോൺ പുരട്ടി കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. നിങ്ങൾക്ക് റൂട്ടിംഗ് ഹോർമോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒന്ന് പുരട്ടിയിട്ട് ഇതുപോലെ നട്ട് നോക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ബോഗൺവില്ലയുടെ കമ്പുകളെല്ലാം നല്ലതുപോലെ പെട്ടെന്ന് വേര് പിടിച്ച് ഒരു പുതിയ ചെടിയായിട്ട് മാറും. അപ്പോൾ ഇതുപോലെ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഏത് റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിച്ചിട്ടാണ് വേര് പിടിപ്പിച്ചെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.